ഹിറ്റ് കൊടും അങ്ങനെ തന്നെ പറയാം. ഒരു സെക്കൻഡ് ഹാഫ് തീയാണ്. ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലിന്റെ അഴിഞ്ഞാട്ടം തന്നെ വേണേ പറയാം. പിന്നെ സിനിമയുടെ പേര് നമ്മൾ വിചാരിക്കുന്ന പോലെ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ പേരുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അടിപൊളി. സജിൻ ഗോപ് ഒരു രക്ഷയില്ല. എനിക്ക് കലാഭവമണിനെ ഓർമ്മ ശരിക്കും കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു സിനിമ. ഭയങ്കര സിമ്പിൾ മൂവിയാണ്. നല്ല അടിപൊളി സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. കോമഡിയാന്ന് വിചാരിക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ, പക്ഷേ ലാസ്റ്റ് വരുമ്പോൾ ത്രില്ലറും. പിന്നെ ബേസിലിന്റെ ഒരു രക്ഷയില്ല. ബേസിൽ ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ് സിനിമ. 5 ഒരു 4.5 കൊടുക്കാം. നല്ല മൂവിയാണ്. അത് ഞാൻ അത്ര ഇതായിട്ട് പറയണേ, കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല മൂവിയാണ്. ബേസിലിന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ആദ്യം ഞാൻ എത്ര ഒരു പീക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ബേസിലിന്റെ ഇത്. ബേസിൽ ഈ പടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞാടുവാണ്. അതുപോലെ കരക്കിട്ടുണ്ട് ബേസിൽ. അതുപോലെ സജിനും ലിജോമോളും എല്ലാവരും. ഒരു കൊല്ലത്തെ ഒരു റൂറൽ ഏരിയയുടെ കഥയാണ്. നമ്മുടെ ജെ ഒക്കെ പോലെ ആ ഒരു ഏരിയ കഥ. അങ്ങനെ അറിയാവുന്നവർക്ക് ഈ പടം ഏതായാലും പിടിക്കും. സിനിമയുടെ കഥയിലും അതിനേക്കാളും പെർഫോമൻസിലാണ് 3 പേരും കയറി കലക്കിയിട്ടുണ്ട്. സജിനൊക്കെ കിടിലിന് പെർഫോമൻസ്. സജിനൊരു വാഗ്ദാനം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് സജിൻ ഇനി അടിപൊളിയായിട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി പടം. 5 ഒരു പെർഫോമൻസ് ബേസിലൊരു 4.5 കൊടുക്കും കേട്ടോ പടം. ആൾക്കാരുടെ പെർഫോമൻസിൽ കേട്ടോ അടിപൊളി പടം. മൊത്തത്തിൽ തിയേറ്റർ വാശമുള്ള ഐറ്റമാണ്. ഒരു കൊല്ലം ബേസ്ഡ് സ്റ്റോറിയാണ് പോകുന്നത്. ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് സജിൻ ഗോപുവിൻ്റെ ബേസിലിൻ്റെ ഒരു കോംബോ സീൻസ് ഒക്കെയാണ്. ഒരു കലാഭവമണി ടച്ച് സജിൻ ഗോപുവിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബേസിൽ സെലക്ട് ചെയ്യുന്ന മൂവീസിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലാസ്റ്റ് വന്ന പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബേസിലിൻ്റെ പെർഫോമൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എന്നാ പറയുക, അതുപോലെ ലിജിമോളുടെ പെർഫോമൻസ് ഒരു ഫാമിലി മൂവി തന്നെയാണ്. ഫാമിലീസ് ഇവിടെ ഉറപ്പായിട്ടും ഏറ്റെടുക്കുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഹിറ്റ് കൊടും അങ്ങനെ തന്നെ പറയാം. ഒരു സെക്കൻഡ് ഹാഫ് തീയാണ്. ഒരു ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയ്യപ്പനും കോശിയുടെ ഒക്കെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ. ആ ഈഗോ ക്ലാഷ് ഈ പടത്തിൽ ഓൾറെഡി നമുക്ക് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഓൾറെഡി കിട്ടുന്നുണ്ട്. സജിൻ ഗോപുവാണ് എനിക്ക് എന്താ പറയുക, കിഡ് പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പുള്ളി നിൽക്കുന്ന ഓരോ ഷോട്ടും ക്ലോസ് ഷോട്ടൊക്കെ എന്നിട്ട് എടുത്ത് നമുക്ക് ഭയങ്കര ഒരു രസമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബേസിലിൻ്റെ ആയിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റേഷൻ ആണെങ്കിലും ബേസിലിൻ്റെ റൂമിൽ നിന്നുള്ളൊരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. റൂമിൽ നിന്നുള്ള പെർഫോമൻസും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. 5 4.5 അതിനുള്ള ഒരു ഐറ്റം ഉണ്ട് പടത്തിൽ.